ഓം ശാന്തി. സ്വസ്ഥിതി, പരിതസ്ഥിതി, ഈ രണ്ട് ശബ്ദങ്ങളുടെയും ഭാവാർത്ഥം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. പരിതസ്ഥിതി അർത്ഥം വിപരീത സാഹചര്യങ്ങൾ. സ്വസ്ഥിതി, സ്വ അർത്ഥം സെൽഫ്, ആത്മാവെന്നാണ് അർത്ഥം. സ്വസ്ഥിതി ആത്മാവിൻ്റെ സ്ഥിതി, അന്തരാത്മാവിൻ്റെ സ്ഥിതി, അതായത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. മാനസിക അവസ്ഥ നമ്മുടെ എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ ജീവിതത്തിലൊരു സാഹചര്യത്തെ നേരിടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും, ജീവിതത്തിൽ നമുക്ക് 10 പേരുടെ മുന്നിൽ ഒരേ സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നേരിടുന്നത് 10 തരത്തിലാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയുടെ പക്വതയിലെ ഏറ്റക്കുറച്ചിൽ, അതായത് സ്വസ്ഥിതിയിലെ അന്തരത്തിനനുസരിച്ച് ആ പരിതസ്ഥിതിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകും. ചിലരതിനെ ശാന്തമായിട്ട് നേരിടും, ചിലരതിനെ ആവേശത്തോടു കൂടി നേരിടും, ചിലർ അതിൽ വളരെ സ്ട്രോങ് ആയിരുന്നുകൊണ്ട് ആ സാഹചര്യത്തെ അതിജീവിക്കും. അപ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചാണ് നമ്മൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാഹചര്യങ്ങൾ മറിയും, ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ സാഹചര്യങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണവുമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ മാനസികാവസ്ഥയെ അതിൻ്റെ മേൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രണമുള്ളൂ. ഇപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ നമ്മൾ പോയി പെട്ടു, കുറച്ച് സമയം നമുക്കവിടെ വണ്ടി നിർത്തേണ്ടി വരിക. പക്ഷെ നമുക്ക് അർജൻറ്റായിട്ടൊരു കാര്യത്തിന് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ട്രാഫിക് സിഗ്നലിൽ പെട്ടിരിക്കുന്ന സമയത്ത് അയ്യോ സമയമായല്ലോ എനിക്ക് അവിടെ എത്തണമല്ലോ, അവിടെ നമ്മൾ എത്രത്തോളം അസ്വസ്ഥമാകണോ, നമ്മൾ മാനസിക സംഘർഷം അനുഭവിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. കാരണം ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് വാസ്തവികതയാണ്. ആ സാഹചര്യത്തെ മാറ്റാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് അവിടെ നേരത്തെ സമയത്ത് എത്തണമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇനി ട്രാഫിക് സിഗ്നലിൽ പെട്ട സമയത്തും നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ, ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കവിടെ സമയത്ത് എത്തണം, ഒപ്പം തന്നെ നമ്മുടെ മാനസികാവസ്ഥയും പക്വപ്പെട്ടതായിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വിചാരങ്ങൾ, ശരിയാണ് റോഡാണ്, ട്രാഫിക് ഉണ്ടാവും, അതിനെ അതിജീവിച്ച് നമുക്ക് സമയത്ത് അവിടെ എത്തണമെങ്കിൽ നമുക്ക് മുൻപേ കൂട്ടി ഇറങ്ങണമായിരുന്നു. നമ്മൾ മാനസിക സംഘർഷത്തിൽ പെടുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഹനുമാൻ്റെ ജീവിതയാത്ര നമ്മൾ ദർശിച്ചിട്ടുണ്ട്. ഹനുമാൻ രാമൻ്റെ ദൂതുമായിട്ട് പോകുന്ന സമയത്ത് തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ധാരാളം വിഘ്നങ്ങൾ വരും. പക്ഷെ ആ സമയത്ത് സുരസ എന്ന് പറയുന്ന രാക്ഷസി തന്നെ വായും തുറന്നുകൊണ്ട് വരുമ്പോൾ എത്ര സുരസ വലുതാകുന്നു അതിനനുസരിച്ച് ഹനുമാൻ തൻ്റെ രൂപത്തെയും വലുതാക്കുന്നത് കാണാം. പക്ഷേ വളരെ വലുതായ സുരസയുടെ രൂപത്തിന് മുന്നിൽ അവസാനം സുരസയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കാരണം സുരസയുടെ കണ്ടീഷനാണ് വായിൽ കൂടി തന്നെ കയറി പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? തൻ്റെ രൂപത്തെ ആദ്യം മലയോളം വലുതാക്കി, അതിനുശേഷം വെറും കടുകുമണിക്ക് സമാനമാക്കി മാറ്റി വായിൽ കൂടി കയറി പുറത്തിറങ്ങി വന്നു. അപ്പോൾ ഇതുപോലെയുള്ള സുരസകൾ അല്ലെങ്കിൽ രാക്ഷസീയമായ വളരെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ നമുക്കും പലർക്കും പലപ്പോഴും കടന്നു പോകേണ്ടി വരും. അവിടെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്വസ്ഥിതി, മാനസികാവസ്ഥയെ ഉയർത്തുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം പരിതസ്ഥിതികളെ നമുക്ക് സ്പർശിക്കാൻ പോലും പറ്റില്ല, മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് നമ്മുടെ സ്വസ്ഥിതി മാത്രമാണ്. അതിലേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മൃത്യു തന്നെ സംഭവിക്കുകയാണ്, അൺഎക്സ്പെക്റ്റഡ് ഡെത്ത്, അത് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ സംഭവിക്കുകയാണ്. അപ്പം നമുക്കതിനെ താങ്ങാൻ പറ്റില്ല. അപ്പം നമ്മുടെ മനസ്സ് തകർന്നു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വസ്ഥിതി ഉയർത്താൻ ജ്ഞാനത്തിൻ്റെ ചിന്തനം നമുക്കവിടെ വേണം. എന്താ മൃത്യു, എന്താ ജീവിതം? ഈ ശരീരമാണെന്ന ബോധത്തിലിരുന്ന് നമുക്കവിടെ സ്വസ്ഥിതി ഉയർത്തില്ല. എൻ്റെ ഇന്നാൾ പോയി, നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖമേ ഉണ്ടാക്കുള്ളൂ. പക്ഷെ മൃത്യു എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴേ നമ്മുടെ മാനസിക പക്വത ഉണ്ടാക്കാൻ കഴിയും. മൃത്യു അർത്ഥം എന്താണ്? ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. ശരീരം മാത്രമേ നമ്മൾ സംസ്കരിക്കുകയുള്ളൂ. ആത്മാവ് എവിടേക്കാണ് പോണേ? അടുത്ത അമ്മയുടെ ഗർഭത്തിൽ പോവുക, വീണ്ടും ഒരു കുട്ടിയായിട്ട് മാറാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ആ ആത്മാവിന് ഈ നാടകത്തിൽ എത്ര സമയത്തെ ഭാഗം അഭിനയിക്കാനുണ്ടായിരുന്നത് പൂർത്തിയായി. വസ്ത്രം മാറി അടുത്ത വീട്ടിൽ അടുത്ത അച്ഛനും അമ്മയ്ക്കും കുട്ടിയായിട്ട് പോയി ജനിച്ചിരിക്കുകയാണ്. നാടകം അവിടെ ആവർത്തിക്കുകയാണ്.
ഈ വാസ്തവികതയെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആര് നമ്മളെ സ്നേഹിച്ചോ, ആർക്ക് നമ്മൾ സ്നേഹം കൊടുത്തോ, അവർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കേവലം വസ്ത്രമൊന്നും മാറി, നാടകശാലയൊന്നും മാറി. ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മളെപ്പോൾ മനസ്സിലാക്കുന്നു, അപ്പോഴേ നമ്മുടെ മനോസ്ഥിതി ഉയർത്തി വയ്ക്കാനും പരിപക്വമാക്കാനും നമ്മുടെ മുന്നിൽ വരുന്ന പരിതസ്ഥിതികളെ നേരിടാനും കഴിയുകയുള്ളൂ. അല്ല നമ്മൾ ഈ ശരീരത്തിൽ ഞാൻ ദേഹമാണ്, മറ്റുള്ളവരെ ദേഹത്തിൻ്റെ രൂപത്തിൽ മാത്രം കണ്ടാൽ നമുക്ക് പലപ്പോഴും പല പരിതസ്ഥിതികളെയും അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ടാകില്ല. അതുകൊണ്ട് ദേഹമാണെന്ന സ്മൃതിയിൽ നിന്ന് ഞാൻ ദേഹിയാണെന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുമ്പോഴാണ് മാനസികമായ പരിപക്വതയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നത്. ഓം ശാന്തി.